ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫറ ക്ലാസ് 3. നാം ദിവസം അർപ്പിക്കുന്ന കുർബാന സീറോ മലബാർ സഭയിൽ ഒന്നാമത്തെ കൂദാശക്രമം എന്നറിയപ്പെടുന്ന നമ്മുടെ കുർബാന, അത് അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന കുർബാനയാണ്. അതിനാണ് അനാഫറ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കൂദാശക്രമം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് വത്തിക്കാൻ പുറപ്പെടുവിച്ച ഒരു രേഖ, 2001 ജൂലൈ 20 പുറപ്പെടുവിച്ച ഒരു രേഖ, അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. ഈ അനാഫറയുടെ മൗലിക രൂപത്തില്, ഒറിജിനൽ രൂപത്തില് സ്ഥാപന വാക്യങ്ങളില്ല. ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തം ആകുന്നു, അതിനെയാണ് നമ്മൾ ആ സ്ഥാപന വാക്യങ്ങൾ എന്ന് പറയണേ. ആ സ്ഥാപന വാക്യങ്ങൾ ഇല്ല ഇതിന്റെ മൗലിക രൂപത്തില്. അങ്ങനെയുള്ള ആ മൗലിക രൂപത്തിൽ അതില്ലെങ്കിൽ പോലും ഈ കുർബാനയാണെന്നും അത് കൂദാശയാണെന്നും അവിടെ കർത്താവ് തന്നെയാണ് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ എഴുന്നള്ളി വരുന്നതെന്നും വത്തിക്കാൻ പുറപ്പെടുവിച്ച രേഖ. ആ രേഖയിൽ പറഞ്ഞ 3 കാരണങ്ങളെ വെളിച്ചത്തിലാണ് വത്തിക്കാൻ ഈ നിഗമനത്തിലെത്തിയത് എന്നാണ്. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. 2ഉം 3ഉം കാരണങ്ങൾ നമുക്ക് ഇന്ന് കാണാം. ആ രേഖയിലുള്ള അതേ കാര്യം തന്നെ ഞാൻ വായിക്കുകയാണ്. രണ്ടാമതായി, ഒന്നാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ശനിയാഴ്ച. രണ്ടാമതായി, സത്യവിശ്വാസത്തിലും ശ്ലൈഹിക പിന്തുടർച്ചയിലും പണിയപ്പെട്ടിരിക്കുന്ന കിഴക്കന്റെ അസീറിയൻ സഭയെ ഒരു പ്രത്യേക സഭയായി കത്തോലിക്ക സഭ അംഗീകരിക്കുന്നു. കുർബാനയുടെ യാഗാത്മക സ്വഭാവവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ കർത്താവ് തന്നെ കുർബാനയിൽ സന്നിഹിതനാണെന്ന ദിവ്യകാരുണ്യ വിശ്വാസവും കിഴക്കന്റെ അസീറിയൻ സഭ എന്നും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുമായി പൂർണ്ണമായ ഐക്യമില്ലെങ്കിലും കിഴക്കന്റെ അസീറിയൻ സഭയിൽ യഥാർത്ഥ കൂദാശകളും എല്ലാത്തിനും ഉപരിയായി ശ്ലൈഹിക പിന്തുടർച്ചയും പൗരോഹിത്യവും കുർബാനയും ഉണ്ട്. കത്തോലിക്ക സഭയും കിഴക്കന്റെ അസീറിയൻ സഭയും തമ്മിലുള്ള നീണ്ട കാലത്തെ സംവാദങ്ങളുടെയും സംഭാഷണങ്ങളും വെളിച്ചത്തിലാണ് ഈ രേഖ വത്തിക്കാൻ ഇറക്കിയത്. ഈ കിഴക്കൻ അസീറിയൻ സഭ കത്തോലിക്ക സഭയിലെ 24 സഭകളിൽ പെടുന്ന ഒന്നല്ല. പിന്നീട് പുനരൈക്യം സംഭവിക്കുമായിരിക്കാം. ഏതായാലും ഇപ്പോൾ അത് പൂർണ്ണമായ ഐക്യത്തിലല്ല. എങ്കിലും ആ സഭയിലെ കൂദാശകൾ കറക്റ്റാണ്, വാലിഡ് ആണ്. അവിടെ കുർബാനയുണ്ട്, അവിടെ പൗരോഹിത്യമുണ്ട്, ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട്. അതുകൊണ്ട് ശരിയായ യഥാർത്ഥത്തിലുള്ള ഒരു പർട്ടിക്കുലർ ചർച്ച്, ട്രൂ പർട്ടിക്കുലർ ചർച്ചായി കിഴക്കന്റെ അസീറിയൻ സഭയെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നു. അത് വളരെ ഗൗരവമായ കാര്യമാണ്. അപ്പൊ ഞാനത് വത്തിക്കാൻ സൈറ്റിലുള്ള അതേ രേഖ അതിന്റെ ഇംഗ്ലീഷ് തന്നെ വായിക്കാം. Secondly, the Catholic Church recognizes the Assyrian Church of the East as a true particular church built upon Orthodox faith and apostolic succession. The Assyrian Church of the East has also preserved a full Eucharistic faith in the presence of our Lord under the species of bread and wine and in the sacrificial character of the Eucharist. In the Assyrian Church of the East, though not in full communion with the Catholic Church, are thus to be found through sacraments and above all by apostolic succession, the priesthood and the Eucharist. അപ്പോൾ കിഴക്കൻ അസീറിയൻ സഭ കത്തോലിക്ക സഭയിലെ 24 സഭകളിൽ ഒന്നല്ലെങ്കിലും ആ സഭയിൽ അപ്പസ്തോലിക പിന്തുടർച്ച ഉള്ളതുകൊണ്ട്, ശ്ലൈഹിക പിന്തുടർച്ച ഉള്ളതുകൊണ്ട് പൗരോഹിത്യമുണ്ട്, കുർബാനയുണ്ട്, യഥാർത്ഥത്തിലുള്ള കൂദാശകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കന്റെ അസീറിയൻ സഭ യഥാർത്ഥ സത്യവിശ്വാസത്തിലും ശ്ലൈഹിക പിന്തുടർച്ചയിലും പണിയപ്പെട്ട യഥാർത്ഥ സഭയാണ്. ആ സഭയില് അവര് ദിവ്യകാരുണ്യ വിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. അതായത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ കർത്താവ് തന്നെ കുർബാനയിൽ സന്നിഹിതനാണെന്ന വിശ്വാസം, അതിനെയാണ് ദിവ്യകാരുണ്യ വിശ്വാസം എന്ന് പറയണേ. അതുപോലെ തന്നെ കുർബാനയുടെ യാഗാത്മക സ്വഭാവം, ബലി സ്വഭാവം, ഇത് യാഗമാണ്, ബലിയാണ് സ്വഭാവം, അതും ഈ കിഴക്കൻ അസീറിയൻ സഭ അംഗീകരിച്ചിട്ടുണ്ട്. കിഴക്കന്റെ അസീറിയൻ സഭ അന്ന് മുതൽ ഇന്ന് വരെ ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ നാമത്തിലുള്ള അനാഫറ ചൊല്ലുന്നത് സ്ഥാപനവാക്യങ്ങളില്ലാതെയാണ്. സ്ഥാപനവാക്യങ്ങളില്ലാതെയും ആ കുർബാന വാലിഡ് ആണ്. അപ്പോൾ അതിന് കാരണമാണ്, രണ്ടാമത്തെ കാരണമാണ് ഈ പറഞ്ഞത്. ശ്ലൈഹിക പിന്തുടർച്ചയുണ്ട്, സത്യവിശ്വാസമുണ്ട്. കത്തോലിക്ക സഭയിൽ പൂർണ്ണമായി ഐക്യതയില്ലെങ്കിലും കൂദാശകളുണ്ട്, കുർബാനയുണ്ട്, പൗരോഹിത്യമുണ്ട്. ഇതെല്ലാം ഗൗരവമായി പരിഗണിക്കുകയാണ്.
പരിഗണിക്കേണ്ടതാണ്, പരിഗണിച്ചിരിക്കുകയാണ്. അവസാനമായി മൂന്നാമത്തെ കാരണം, അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫറയിൽ സ്ഥാപനവാക്യങ്ങൾ സന്നിഹിതമാണ്. അത് ആക്ഷരികമായിട്ടോ സുഘടിതമായ സംഭവ വിവരണത്തിന്റെ രൂപത്തിലോ അല്ല, അനാഫറിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആരാധനക്രമ പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. അത് സ്തോത്രയാഗം, സ്തുതിപ്പ്, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ ക്രമാനുഗതമായി കൂട്ടിയോജിപ്പിക്കപ്പെട്ട രൂപത്തിലാണ്. ഇതൊന്ന് ഞാനൊന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാണ്. അവസാനമായി അദ്ദായിമാരെ സ്ലീഹന്മാരുടെ അനാഫറയിൽ സ്ഥാപനവാക്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ ഉണ്ട്, സന്നിഹിതമാണ്. അത് ആക്ഷരികമായിട്ട് ഇങ്ങനെ ലിറ്ററലായിട്ട് ലിറ്ററം എന്ന് പറയും, അങ്ങനെയില്ല. അല്ലെങ്കിൽ ഒരു കൊഹിയറന്റ് നരറ്റീവ് വേ, അതായത് താൻ ഒറ്റപ്പെടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്, അങ്ങനെ ഒരു നരറ്റീവ് രൂപത്തിലല്ല, വിവരണ രൂപത്തിലല്ല, സുഘടിതമായ സംഭവ വിവരണത്തിന്റെ രൂപത്തിലല്ല, മറിച്ച് അനാഫറിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആരാധനക്രമ പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. എവക്കോളജിക്കൽ എന്നാണ് പറയുക അതിനെ. അപ്പൊ ഞാനത് ഇംഗ്ലീഷ് വായിച്ചിട്ട് വിശദീകരിക്കാം. ഫൈനലി, the words of the Eucharistic institution are indeed present in the anaphora of Addai and Mari, not in a coherent narrative way and ad literam, but rather in a dispersed ecological way that is integrated in successive prayers of the thanksgiving, praise and intercession. അപ്പൊ ഇതൊന്ന് ഞാനൊന്ന് കുറച്ച് വിശദീകരിക്കാം, എന്നാലേ മനസ്സിലാകൂ. സ്ഥാപനവാക്യങ്ങൾ, ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം, അത് നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കാസ് സുവിശേഷങ്ങളിലാണ് കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തെ വിളിക്കുന്നത് പത്രോസിന്റെ സുവിശേഷം എന്നാണ്. കാരണം പത്രോസിന്റെ പ്രസംഗങ്ങളാണ് മർക്കോസ് എഴുതി വെച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മത്തായും പിന്നെ ലൂക്കാസും ഒക്കെ സുവിശേഷം എഴുതിയത് എന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. ഊഹമാണ്, എങ്കിലും അതാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു തിയറി. ഇനി അങ്ങനെ അല്ലെങ്കിലും ഇപ്പൊ മത്തായി ആണ് ആദ്യം സുവിശേഷം എഴുതിയത്, അതിന്റെ ഒരു സംഗ്രഹ രൂപമാണ് മർക്കോസ് നൽകിയതെന്നാണ് അഗസ്തീനോസ് പറഞ്ഞത്, വിശുദ്ധ അഗസ്തീനോസ്. ഏതായാലും ഈ മൂന്ന് സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, പത്രോസിന്റെ പാരമ്പര്യം പ്രതിഫലിക്കുന്ന സുവിശേഷങ്ങളാണ്. മത്തായിയുടെ ആണെങ്കിലും മർക്കോസിന്റെ ആണെങ്കിലും ലൂക്കാസിന്റെ ആണെങ്കിലും അത് പത്രോസിന്റെ പാരമ്പര്യം പ്രതിഫലിക്കുന്ന സുവിശേഷങ്ങളാണ്. അതുകൊണ്ട് അവയെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിളിക്കുക. അതിലത്തെ സംഗതികൾ, ഈ മാറ്റർ ഉണ്ടല്ലോ, വസ്തുത ഇങ്ങനെ കോളങ്ങളായി തിരിക്കാം. ഏതാണ്ട് ഒരുപോലെയാണ് പലതും. ദൈവശാസ്ത്രಕ್ಕೆ വ്യത്യാസമുണ്ട്, എങ്കിലും ഒരേപോലെ തോന്നും. അതാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയണേ. അപ്പോൾ മൂന്ന് സുവിശേഷങ്ങളിലും, മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങളിലും പത്രോസിന്റെ പാരമ്പര്യമാണ് പ്രതിഫലിക്കുന്നത്. പത്രോസിന്റെ സഭയുടെ പാരമ്പര്യമാണ് പ്രതിഫലിക്കുന്നത് എന്ന് വെച്ചാൽ ലത്തീൻ സഭയുടെ. ആ സഭയിൽ സ്ഥാപനവാക്യങ്ങളുണ്ട്. കാരണം ഈ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിലാണ് അതിലത്തെ ലിറ്റർജി രൂപപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആ ലിറ്റർജിയുടെ രൂപത്തിലാണ് ഈ സുവിശേഷങ്ങൾ രൂപപ്പെട്ടിരിക്കുക. അത് കുറച്ചുകൂടി ശരി. ലിറ്റർജിന് ആദ്യം, ബൈബിള് പിന്നെയാണ്. എന്നാൽ പൗരസ്ത്യ സഭകളിൽ, വിശേഷിച്ച് സീറോ മലബാർ സഭയിലും കിഴക്കൻ അസീറിയൻ സഭയിലും ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയിലൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിലെ പാരമ്പര്യമാണുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സ്ഥാപനവാക്യങ്ങളുണ്ടോ? ഇല്ല, സ്ഥാപനവാക്യങ്ങളില്ല. എന്നാൽ ഇവർക്ക് പൗരോഹിത്യം കൊടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിലാണ് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിക്കുന്നത്. കുംഭസാരത്തെക്കുറിച്ചൊരു യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്, നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല, ഇനി ഓഹരിയില്ല. നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ, അതായത് കുംഭസാരിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പൊ അതാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് ഈ കൂദാശികളുടെ രീതികൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷ സ്ഥാപനവാക്യങ്ങളില്ലെങ്കിലും സുദീർഘമായ ജീവന്റെ അപ്പത്തെക്കുറിച്ച് സുദീർഘമായ പ്രഭാഷണമുണ്ട്. 6-ാമത്തെ അധ്യായം. ആ 6-ാമത്തെ അധ്യായത്തിൽ സ്ഥാപനവാക്യങ്ങളില്ല. പക്ഷെ ജീവന്റെ അപ്പം നിങ്ങളിത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ കുടിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് സുദീർഘമായ 71 വാക്യങ്ങളുള്ള ഒരു സുദീർഘമായ പ്രഭാഷണമാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ച്. അവിടെ സ്ഥാപനവാക്യങ്ങൾ ഇല്ലെങ്കിലും ആ സ്ഥാപനവാക്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അതിങ്ങനെ ഡിസ്പേഴ്സായിട്ട് കിടക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷ മാതൃകയിലാണ് പൗരസ്ത്യ സഭകൾ ലിറ്റർജി രൂപപ്പെടുത്തിയത്. തിരിച്ചു പറയാം, ഈ പൗരസ്ത്യ സഭകൾ ലിറ്റർജിയുടെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് യോഹന്നാന്റെ സുവിശേഷം രൂപപ്പെട്ടത്.
യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ഥാപനവാക്യങ്ങളില്ലെങ്കിലും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള സജീവമായ വചനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള വചനമുണ്ട്. ആ രീതിയാണ് ഈ കുർബാനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായി മാറി സ്ലിഹന്മാരുടെ പേരിലുള്ള കുർബാനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാപനവാക്യങ്ങളിലൂടെ മത്തായി, മർക്കോസ്, ലൂക്ക ആവിഷ്കരിച്ചിരിക്കുന്നതും ലത്തീൻ സഭയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതും അതേ സംഗതിയാണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്. ഒന്ന് സംഭവ വിവരണം പോലെയാണ്, മറ്റത് ദൈവശാസ്ത്ര വ്യാഖ്യാനമായിട്ടാണ്. പക്ഷെ രണ്ടും ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം തന്നെ, ഒരേ കാര്യം തന്നെയാണ്. ഈ വിശുദ്ധ പാരമ്പര്യം, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്ഥാപനവാക്യങ്ങളില്ലെങ്കിലും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള സജീവമായ പ്രഭാഷണമുണ്ട്, സജീവമായ വചനമുണ്ട്. ആ ക്രമമാണ് അദ്ദായിമാരെ സ്ലീഹന്മാരുടെ അനാഫറയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് വത്തിക്കാൻ പറഞ്ഞത്, ഈ അദ്ദായിമാരെ സ്ലീഹന്മാരുടെ അനാഫറയിൽ സ്ഥാപനവാക്യങ്ങൾ സന്നിഹിതമാണ്. അത് ആക്ഷരികമായിട്ടോ സുഘടിതമായ സംഭവ വിവരണക്രമത്തിന്റെ രൂപത്തിലല്ല, അനാഫർ ഉടനീളം ചിതറി വ്യാപിച്ചു കിടക്കുന്ന ആരാധനക്രമ പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. എവക്കോളജിക്കൽ, അതാണ് എവക്കോളജിക്കൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്തോത്രയാഗം, സ്തുതിപ്പ്, മധ്യസ്ഥ പ്രാർത്ഥന, അങ്ങനെ ക്രമാനുഗതമായി കൂട്ടി സംയോജിപ്പിക്കപ്പെട്ട രൂപത്തിലാണ് ഈ സ്ഥാപനവാക്യങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ കേന്ദ്രീകരിച്ച് കിടക്കുകയല്ല, വ്യാപിച്ചു കിടക്കുകയാണ്. ഇതാണ് വത്തിക്കാൻ കണ്ടെത്തിയത്. അപ്പോൾ കിഴക്കന്റെ അസീറിയൻ സഭ ഈ അദ്ദായിമാരെ സ്ലീഹന്മാരുടെ അനാഫർ ഉപയോഗിച്ച് കുർബാന ചൊല്ലുന്നു. ആ കുർബാന വാലിഡ് ആണ്. ആ അനാഫർ ഉപയോഗിച്ച് കൽദായ കത്തോലിക്ക സഭയിൽ 24 സഭകളിൽ സഭയായ കൽദായ കത്തോലിക്ക സഭ ഈ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയാണ് അദ്ദായിമാരെ സ്ലീഹന്മാരുടെ അനാഫ്ര ചൊല്ലുന്നത്. ആ കുർബാന വാലിഡ് ആണ്, അവർ കത്തോലിക്കരാണ്. അത് തന്നെയാണ് നമ്മളും. ഇപ്പൊ നമ്മുടെ കുർബാനയിൽ സ്ഥാപനവാക്യങ്ങളുണ്ട്. പക്ഷേ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയും ഇത് വാലിഡ് ആണ്. അങ്ങനെ പറയുന്നതിനകത്ത് ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട്. അത് പറയാനാണ് ഇത്ര ഞാൻ ഊന്നി പറയുന്നത്. എന്താണ്? ഈ മറ്റ് സഭകളിൽ ഉപയോഗിക്കുന്ന ലിറ്റർജികളൊക്കെ 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ രൂപപ്പെട്ടതാണ്. എന്നാൽ അദ്ദായി മാരി സ്ലീഹന്മാരുടെ അനാഫറ രൂപപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ അദ്ദായി മാരി സ്ലീഹന്മാരുടെ അനാഫറ രൂപപ്പെട്ടത്. ഡിഡാഹെ എന്ന് പറയുന്ന 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. AD 100 അത് എഴുതപ്പെട്ടത്. അതിൽ കാണുന്ന ലിറ്റർജിയുടെ അതേ രൂപമാണ് ഈ അദ്ദായി മാരി സ്ലീഹന്മാരുടെ പേരിലുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണേ, മുമ്പ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 1923 നമ്മുടെ ഹൈറാർക്കി, സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെടുന്നത്. 1934 അന്നത്തെ മാർപ്പാപ്പ ഇവിടുത്തെ മെത്രാന്മാരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ഈ പൗരാണിക കുർബാന വീണ്ടെടുക്കണം. അപ്പൊ അന്ന് മെത്രാന്മാർ, ഇപ്പൊ ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും പറയുന്ന കാര്യമാണ് അന്ന് എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് പറഞ്ഞത്. ഞങ്ങൾക്കൊരു കുർബാനയുണ്ട്, അത് മതി. ഒരു ജനാഭിമുഖ കുർബാനയുണ്ട്, ഞങ്ങൾക്കത് മതി. അല്ലെങ്കിൽ ദൈവോന്മുഖ കുർബാനയാണെങ്കിലും ഞങ്ങൾക്കത് മതി, ഈ പൗരാണികൊന്നും വേണ്ട. അപ്പോൾ വത്തിക്കാനും മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ എന്താ പറയണമെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? കത്തോലിക്ക സഭയിൽ ഇത്രയും പുരാതനമായ ഒരു ലിറ്റർജി വേറെ ഇല്ല. കത്തോലിക്ക സഭയിൽ ഇത്രയും പൗരാണികമായ ഒരു ലിറ്റർജി വേറെ ഇല്ല. ഇത്രയും സമ്പന്നമായ ലിറ്റർജി വേറെ ഇല്ല. ഇത്രയും യഹൂദ ശൈലിയോട് ചേർന്ന് കിടക്കുന്ന, അതായത് നമ്മുടെ കർത്താവ് യേശു യഹൂദനായിരുന്നു, സ്ലീഹന്മാർ യഹൂദന്മാരായിരുന്നു, അവരുടെ ശൈലിയോട് ചേർന്ന് കിടക്കുന്ന സെമിറ്റിക് സ്വഭാവമുള്ള മറ്റൊരു ലിറ്റർജി വേറെ ഇല്ല. മറ്റെല്ലാ ലിറ്റർജികളിലും ഗ്രീക്ക് ഭാഷയുടെ സ്വഭാവമുണ്ട്. എന്നാൽ ഈ ലിറ്റർജിയിൽ യഹൂദന്റെ ഭാഷയായ അരാമിയ ഭാഷ, സുറിയാനി ഭാഷ, സെമിറ്റിക് പാരമ്പര്യമാണ് പ്രതിഫലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പൗരാണികമായ നിധി വേറെ എങ്ങും കിട്ടാത്തത് കൊണ്ട് ഇത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അങ്ങനെ 1934 മുതൽ വത്തിക്കാൻ നിർബന്ധം വെച്ചിട്ടാണ് ഇപ്പൊ ഈ കുർബാന വീണ്ടെടുത്ത് ഇപ്പൊ എറണാകുളം അങ്കമാലി ഒഴികെ മറ്റെല്ലാ രൂപതകളിലും സാങ്കേതികമായിട്ടെങ്കിലും നടപ്പായത്. സാങ്കേതികമായിട്ട് നടപ്പായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ പള്ളിയിൽ വരുന്ന എല്ലാ അച്ഛന്മാരോടും ഞാൻ പറയേണ്ടി വരുന്ന സംഗതിയുണ്ട്. എന്താണ്? കുർബാനയ്ക്കിടയിൽ സ്വയം പ്രേരിത പ്രാർത്ഥനകൾ പാടില്ല. കുർബാന തക്സിലിൽ അച്ചടിച്ച പാട്ടുകളും പ്രാർത്ഥനകളെ ചൊല്ലാവൂ. ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും വിട്ടുകളയരുത് എന്ന് ഓരോ അച്ഛനോടും ഞാൻ പറയേണ്ടി വരുന്നു. എന്താ കാര്യം? ഈ പൗരാണിക ലിറ്റർജിയാണെന്ന് തിരിച്ചറിയാതെ അതിൽ ഓരോ അച്ഛനും തോന്നിയ സംഗതികൾ കൂട്ടിച്ചേർക്കുകയും തോന്നിയ സംഗതികൾക്ക് വിട്ടുകളയുകയും തോന്നിയ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല. ഞാൻ ലിറ്റർജിയാണ് ആദ്യമെന്ന് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞോട്ടെ. കർത്താവ് യേശു മരിച്ചതെന്നാ?
AD 33 ഉയർത്തുന്ന ഏപ്രിൽ 5-ാം തീയതി. AD 33 ഏപ്രിൽ 5-ാം തീയതി. പുതിയ നിയമത്തെ ആദ്യത്തെ പുസ്തകം ഏതാണ്? തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. എന്നാ എഴുതപ്പെട്ടത്? 51. അപ്പൊ ഈ AD 33 മുതൽ 51 വരെ എന്തായിരുന്നു ദൈവവചനം? ബൈബിളിലല്ലോ. ബൈബിൾ എഴുതപ്പെടുന്നത്, തെസ്സലോനിക്ക ലേഖനം തന്നെ എഴുതപ്പെടുന്നത് 51-ലാണ്. അതിനു മുമ്പ് പുതിയ നിയമത്തിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തായിരുന്നു പുതിയ നിയമം? AD 33-നും 51-നും ഇടയ്ക്ക് ഈ 17-18 വർഷം എന്തായിരുന്നു ബൈബിള്? എന്തായിരുന്നു തിരുവചനം? ലിറ്റർജിയിൽ വായിക്കപ്പെട്ടത്, അതായത് വാമൊഴിയായി പറയപ്പെട്ടതാണ് തിരുവചനമായിരുന്നേ. ആ ലിറ്റർജിയിൽ നിന്നാണ് ബൈബിള്, അതായത് തിരുവചനം എഴുതപ്പെടുന്നത്. ആദ്യമുള്ളത് ലിറ്റർജിയാണ്. നമ്മുടെ കർത്താവ് ശിവ ഉയർത്തെഴുന്നിട്ട് ആദ്യം ചെയ്തത് എമ്മാവസിലേക്ക് പോയി വഴിയിൽ വെച്ച വചനം വ്യാഖ്യാനിച്ചു വാമൊഴിയായിട്ട്. ഭവനത്തിലെത്തിയപ്പോൾ യാഗമർപ്പിച്ചു, അനാഫറ അർപ്പിച്ചു, അപ്പമെടുത്ത് ഇല്ലേ കണ്ണുകൾ ഉയർത്തി. അപ്പോ വചനം വഴിയിൽ വെച്ചും അനാഫറ വീട്ടിൽ വെച്ചും. ഇത് ഈ ക്രമമാണ് കർത്താവ് തന്നത്. ഇത് തന്നെയാണ് നമ്മൾ പള്ളിയിൽ ബാമയിലേക്ക് കൊണ്ടുവരുന്നു. വഴിയിൽ വെച്ചാണ് വ്യാഖ്യാനം. പിന്നെ ബലിപീഠത്തിൽ കയറി വീട്ടിലേക്ക് കയറിയിട്ട് സ്വർഗത്തിലേക്ക് കയറിയിട്ടാണ് അനാഫറയുടെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ കർത്താവീശോമിശിഹായിൽ നേരിട്ട് കിട്ടിയ ക്രമമാണിത്. കർത്താവീശോമിശിഹ തോമാസ് ലീഗയുടെ അദ്ദായിമാരെ സ്ലീഹന്മാരെ നമുക്ക് നൽകിയ ക്രമമാണിത്. അതിന്റെ ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ രൂപം വന്നുണ്ടായിരുന്നല്ല ഞാൻ പറയണേ. അടിസ്ഥാനപരമായ ന്യൂക്ലിയസ് കർത്താവ് തന്നതാണ്. നമുക്ക് കേരളത്തിലെ സഭ, ഇന്ത്യയിലെ സഭ ഇങ്ങനത്തെ ലിറ്റർജി ഡെവലപ്പ് ചെയ്യാൻ മാത്രം ആളുകൾ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തോമാസ് ലീഗ് സ്ഥാപിച്ച സഭ, ഈ കിഴക്കൻ അസീറിയൻ സഭ, കൽദായ സഭ, അതെല്ലാം തോമാസ് ലീഗ് സ്ഥാപിച്ച സഭയാണ്, അല്ലെങ്കിൽ തോമാസ് ലീഗ് ചിറ്റന്മാരെ സ്ഥാപിച്ച സഭയാണ്. അവിടെയാണ് ലിറ്റർജി രൂപപ്പെട്ടത്, ഈ പറഞ്ഞ 1-ാം നൂറ്റാണ്ട് അവസാനത്തില്. അപ്പൊ നമ്മൾ ആ ലിറ്റർജി സ്വീകരിച്ചു. കാരണം എന്താ? ഇവിടെ സഭയുണ്ടായിരുന്നു, പക്ഷേ തനതായി ലിറ്റർജി രൂപപ്പെടുത്തിയിരുന്നില്ല ഇന്ത്യയിൽ. പക്ഷേ തോമാസ് ലീഗ് സ്ഥാപിച്ച സഭകൾ തമ്മിൽ ഒരു ഐക്യമുണ്ട്. അതുകൊണ്ട് ആ തോമാസ് ലീഗ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷം പ്രസംഗിച്ച ഏക സ്ലീഗയാണ് തോമാസ് ലീഗ പേർഷ്യ സാമ്രാജ്യത്തില്. അവിടെ ഈ ഇറാഖിലും പേർഷ്യയിലും ഇവിടെയും ഒരേ സ്ലീഗയാണ് സഭ സ്ഥാപിച്ചത്. അവിടെ അവര് അനാഫറ രൂപപ്പെടുത്തി. അപ്പോൾ ഇവിടെയും നമ്മൾ അത് സ്വീകരിച്ചു. അല്ലാതെ കൽദായ കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അവിടെ നമ്മുടെ സഭയിൽ നിന്ന് അങ്ങോട്ട് സ്വീകരിച്ച പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ സഭയിൽ നിന്ന് കൽദായ കത്തോലിക്ക സഭ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ വഴിയെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും പലരും വിചാരിക്കുന്നത് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലാണ് ഈ കുർബാന ഉണ്ടായതെന്നാണ്. അല്ല, 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. അതിന്റെ ന്യൂക്ലിയസ് വരുന്നത് കർത്താവീശോമിശിഹായിൽ നിന്നാണ്, തോമാസ് ലീഗയിൽ നിന്നാണ്. ഞാനതൊക്കെ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കുറച്ചൊക്കെ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്കിപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലരും കേൾക്കാത്തതാണ്. പലരും കേൾക്കാൻ മനസ്സില്ലാതിരിക്കുകയാണ്. മാണിപ്പമൻസ് പറയുന്നതുകൊണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ പേരുണ്ട്. അത് അങ്ങോർക്ക് ലിറ്റർജി ഭ്രാന്താണ്, അങ്ങോര് പറഞ്ഞ് കേൾക്കണ്ട. അതുകൊണ്ട് തന്നെ അവരുടെ അജ്ഞത മാറ്റാനായിട്ട് അവർക്കൊരു ശ്രമമില്ല. അവര് പാപകരമായ അജ്ഞതയിൽ കിടക്കുകയാണ്. ഈ സത്യം തിരിച്ചറിയാൻ മനസ്സില്ലാതെ കിടക്കുകയാണ്. പക്ഷേ സാവകാശം എത്രയൊക്കെ സത്യത്തെ മറച്ചു പിടിച്ചാലും, എത്രയൊക്കെ ഇങ്ങനെ അമർത്തി വെച്ചാലും സത്യം താനെ പുറത്തു വരും. അപ്പൊ ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരും. എങ്കിലും നിങ്ങൾ ഈ കേൾക്കുന്നവര്, നിങ്ങളുടെ പ്രൈവറ്റ് സഭകളിലൊക്കെ, അല്ലെങ്കിൽ സഭാനോചന സമ്മേളനങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, സമ്മേളനങ്ങളിലും കൂട്ടായ്മകളിലും ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് പറ്റാവുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. പതുക്കെ ജനങ്ങൾക്ക് ബോധമുണ്ടാകട്ടെ. ജനങ്ങൾക്ക് ബോധമുണ്ടായി വരുമ്പോൾ നേതാക്കന്മാർക്കും ബോധമുണ്ടാകും. ഇപ്പൊ നമ്മൾ ഈ കാലം അണികള് നേതാക്കന്മാരെ തിരുത്തുന്ന കാലമാണ്. ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കട്ടെ, നമ്മുടെ സഭയിൽ നടക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റ് പോലും മുട്ടുകുത്തിയില്ലേ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ? ഇല്ലേ? മുട്ടുകുത്തിയില്ലേ? അതുപോലെ തന്നെ മുട്ടുകുത്തിയില്ലേ ഈ അൽമായരുടെ മുമ്പിൽ സഭയിലെ നേതാക്കന്മാര്? ഇപ്പോ അച്ഛന്മാർക്ക് പ്രസംഗിക്കാൻ പേടിയാണ്. എന്താ കാര്യം? ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് അച്ഛൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വിവരമുണ്ട്. അവർ കൂടുതൽ ബൈബിൾ പഠിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ട്, ധർമ്മശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പല അച്ഛന്മാർക്കും ഇപ്പോൾ പേടിയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത്, എന്നെക്കാളൊക്കെ പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഇവിടുന്ന് ആത്മാവിന്റെ വളർന്നിട്ട് 5 വോളിയം പുസ്തകമുണ്ട്. അത് വാങ്ങിച്ച് അദ്ദേഹത്തിന് വികാരിച്ചിന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വായിച്ചിട്ടെങ്കിലും അച്ഛനൊന്ന് പ്രസംഗിക്കുക, ഈ ചവറ് പറയുന്നത് അവസാനിപ്പിക്കുക. എന്നും ഈ ചവറ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അപ്പൊ ഇപ്പം അച്ഛന്മാർക്ക് ഒരു വെല്ലുവിളിയുണ്ട്, ഒരുങ്ങി പ്രസംഗിക്കണം. ആ ഒരുങ്ങി പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നന്നായി. അതായത് ലിറ്റേർജിയിൽ നിന്നാണ് തിരുവചനം.
തിരുവചനത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിമാറ്റാനോ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ നമുക്ക് അധികാരമില്ല. ലിറ്റർജിയിലും അധികാരമില്ല. മാത്രം നമ്മുടെ ലിറ്റർജി അത്രയും പൗരാണികമായതുകൊണ്ട് ഒട്ടുമില്ല. ലത്തീൻ സഭയിൽ അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർക്കോ? ഇന്ത്യയിലത്തെ കാര്യം എനിക്കറിയില്ല. യൂറോപ്പിലും ലോകത്ത് ഞാൻ പോയിട്ടുള്ള ഒറ്റ രാജ്യങ്ങളിലും ഒരു വൈദികനും അത് കൂട്ടിച്ചേർക്കില്ല. അവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചൊല്ലാം. അതും വളരെ ഭക്തിപൂർവ്വം ചാണ്ടിങ് ആയിട്ടൊക്കെ ചൊല്ലാം. അപ്പോൾ ഇതൊരു ഓർക്കസ്ട്ര ഒന്നും അല്ല പള്ളി നടക്കുന്നത്, പ്രാർത്ഥനയാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റണം. അതിന് ഒരാളുടെ നാടകമോ ഒരാളുടെ ഗാന ഇങ്ങനെ എന്താ പറയുക ഓർക്കസ്ട്ര, എന്താ പറയുക സംഗീതമേള, അതൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുക. അങ്ങനെ സാധിക്കട്ടെ. അതിന് ഇതിന്റെ സമ്പന്നത, പൗരാണികത അത് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത് വത്തിക്കാൻ ഔദ്യോഗികമായി പുറപ്പെടുവിച്ച രേഖയാണ്, സഭയുടെ ഔദ്യോഗിക രേഖയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഇതുപോലെ അസീറിയൻ സഭ പോലത്തെ സഭകൾ നമുക്കുണ്ട്. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, ശുറായ സഭ. ഈ സഭകളുമായിട്ടൊക്കെ ഐക്യതയിലാകണമെങ്കിൽ നമ്മൾ ലിറ്റർജി വീണ്ടെടുത്തേ പറ്റൂ. നമ്മൾ ഈ ലിറ്റർജി വീണ്ടെടുത്താലേ അവരുമായിട്ടുള്ള ചർച്ചകൾ തന്നെ സാധ്യമാകൂ. കാരണം ഇവിടെ ലിറ്റർജി അതിന്റെ തനത് രൂപത്തിൽ ഇല്ലാതെ പിന്നെ എന്ത് ഐക്യത നമ്മൾ പറയാൻ പോകുന്നത്? ഒരേ ലിറ്റർജി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഭയ്ക്ക് ഐക്യമില്ലാത്തത്. വേറെ ഒരു കാരണമില്ല. ലത്തീൻ സഭയിൽ ഐക്യമുള്ളതും നമ്മുടെ സഭയിൽ ഐക്യമില്ലാത്തതിന് ഒരേ ഒരു കാരണം, അവർക്ക് ഒരു ലിറ്റർജി ഉണ്ട്, നമുക്ക് ഒരു ലിറ്റർജി ആയിട്ടില്ല. ഒരൊറ്റ ലിറ്റർജി ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഐക്യതയില്ലാത്തത്. എന്തുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഐക്യതയില്ലാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഒരേ രീതിയിലുള്ള കുർബാനക്രമം നമുക്കില്ല. ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ് നടപ്പാക്കിയത് പോലും ഏകീകൃതമായിട്ടില്ല. അതുകൊണ്ടാണ് ഐക്യതയില്ലാത്തത്. ഐക്യത ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികമായിട്ട് ഞങ്ങൾ അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള വിഭാഗീയത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് മെത്രാന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണേ. ഐക്യതയുണ്ടാക്കാനുള്ള സംഗതികളല്ല പറയുന്നത്, ഈ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പറയണേ. അതല്ല പറയേണ്ടത്. പ്രാദേശികമായിട്ട് ഞങ്ങൾ ഡിഫറൻ്റ് ആണ് എന്നൊന്നല്ല പറയേണ്ടത്. ഞങ്ങൾ ഒറ്റ സഭയാണ്, ഒരൊറ്റ ലിറ്റർജി ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ വരാനായിട്ട് നമ്മൾക്ക് ബോധമുണ്ടാകുക. അപ്പോൾ അണികള് നേതാക്കന്മാരെ തിരുത്തുന്ന സമയം വരും. കാരണം സത്യത്തിന് മറിഞ്ഞിരിക്കാൻ കഴിയില്ല, സത്യത്തെ അടിച്ചമർത്താനും കഴിയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.